ഈ ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള മണ്ഡലം ആയി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തൃശ്ശൂരാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്നൊരു ഫീല് പൊതുവെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ തോൽക്കും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പി കോൺഗ്രസും എൽ ഡി എഫ് മാത്രമല്ല, അത് ബി ജെ പി കൂടി പറയുന്നു എന്നുള്ളതാണ്. മുരളീധരൻ വന്ന സമയത്ത് ശിഖണ്ഡിയെ പോലെയാണ് മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വരിക എന്നും. അപ്പൊ അതിനർത്ഥം എന്താണ്? ഈ സുരേന്ദ്രന്റെ ഉള്ളിലുള്ള ആഗ്രഹമാണ് പുറത്തു വന്നത്, മുരളി തോൽക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനാരിയോ ആണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു നേതാവ്, ഒരു സംസ്ഥാന നേതാവ് ആ രീതിയിൽ ഇലക്ഷൻ സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം എടുത്തത്. അപ്പൊ സുരേന്ദ്രൻ ഒരു കാരണവശാലും വയനാട് ജയിക്കില്ല എന്നറിയാം. 3rd പൊസിഷനിൽ പോകാൻ സാധ്യതയുള്ളൂ, അവിടെ തന്നെ നിൽക്കാനാണ് സാധ്യത ബി ജെ പി. കാരണം 7% വോട്ട് കഴിഞ്ഞോണം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ ഡോമിനന്റ് ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്ത് സുരേന്ദ്രൻ ജയിക്കുന്നതാണ്. ആ സുരേന്ദ്രൻ എന്താ ഇവിടെ പിന്നെ തൃശ്ശൂരിന്റെ കാര്യം വന്ന സമയത്ത് തോൽവി ആഗ്രഹിക്കുന്ന പോലെയല്ലേ സംസാരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് അവിടെ സുരേഷ് ഗോപി ഇപ്പോഴും ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ തോൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, വോട്ട് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവര് വീട്ടിൽ തന്നെ ഇരിക്കുക, മോറലി സുരേഷ് ഗോപി ആൻഡ് ഹിസ് ടീമിനെ തകർക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യമാണ്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ബി ജെ പി സെൻട്രൽ ലീഡർഷിപ്പ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടാണ് സുരേന്ദ്രനെ വയനാട്ടിലേക്ക് വിട്ടത്. കാരണം ആ മണ്ഡലത്തിൽ തളച്ചിടാൻ വേണ്ടിയിട്ട്. കാരണം ഈ എന്റെ മിഷണറി സ്റ്റേറ്റ് പാർട്ടിയുടെ കയ്യിലാണല്ലോ. ഇത് ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാല് ഇത് മാത്രമല്ല, സുരേഷ് ഗോപി അവരുടെ ക്ലോസ് ആയിട്ടുള്ള പ്രവർത്തകർ മാത്രമുള്ള മീറ്റിംഗിൽ വെച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്തതിന് ബന്ധപ്പെട്ട് ശകാരിക്കുകയുണ്ടായി. അതൊക്കെ നേതാവിന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ മോഡി തന്നെ വാജ്പേയി പണ്ട് ഒരു ഭരണാധികാരിയാളുടെ ധർമ്മം നിറവേറ്റണം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഗുജറാത്ത് കലാപത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഭാഗം എടുത്തുകൊണ്ടിട്ട് അതും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ചാനലിന് അത് കൊടുക്കുന്നു. അത് പുറത്തുള്ളവരാൻ കൊടുത്തത്, അവരിനെ കൊടുത്ത ആളെ ഐഡന്റിഫൈ ചെയ്ത് പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ വേറൊന്നാണ് ചെമ്പ് വിവാദം. സ്വർണത്തിന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർണ്ണത്തിൽ ഉറപ്പ് വരുത്തുന്ന ചെമ്പ് കൂട്ടണം. ഇത്ര പവനാന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. എന്നിട്ട് പുള്ളി സ്വർണ്ണം സുരേഷ് ഗോപി പറഞ്ഞു. സ്വർണം കൊണ്ട് മാത്രമേ നമുക്കൊരു കിരീടം, ആഭരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് പൊട്ടിപ്പോകില്ലേ. പിന്നെ അത് ഉണ്ടാക്കി തട്ടാൻ തന്നെ പറയുകയുണ്ടായി. അദ്ദേഹം സ്വർണം തന്നു, അത് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഈ കാര്യവും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് നിങ്ങൾ എല്ലാ ജ്വല്ലറിക്കും കംപ്ലൈന്റ് കൊടുക്കുന്നത്. സ്വർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഭരണങ്ങളെല്ലാം ചെമ്പിന്റെ ഒരു കലർപ്പുണ്ടാവും. അത് എങ്ങനെ ഉറപ്പുണ്ടാവുള്ളൂ. അപ്പം എന്നിട്ട് ആ രീതിയിലൊരു പ്രധാനമായിട്ട് വന്നു. അതും ഏഷ്യയില്ല. കാരണം ആളുകൾക്ക് അറിയാം, സ്വർണ്ണത്തെ പറ്റി അത്യാവശ്യം ധാരണയുള്ള ആളുകൾക്ക് അറിയാം സ്വർണ്ണത്തെല്ലാം തന്നെ ചെമ്പ് കൂട്ടിയിട്ടാണ് അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. പിന്നെ വന്നത് ഗോപിയാശാനായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം വന്നു. ഒന്ന് ഗോപിയാശാൻ ആരാ, എത്രയാൾക്ക് അറിയാം ഗോപിയാശാന്? നിങ്ങൾക്ക് എത്രയാൾക്ക് അറിയാം? എനിക്ക് ഗോപിയാശാൻ അറിയണേ. ഞാൻ ഭയങ്കര സിനിമാ ഭ്രാന്തനും മോഹൻലാൽ ഫാനും ആയതുകൊണ്ട് ലാൽ സാറിന്റെ വാനപ്രസ്ഥ സിനിമയിൽ അദ്ദേഹത്തെ കഥകൾ പഠിപ്പിച്ച ആള് എന്നൊക്കെ കേട്ടിട്ടുള്ളത് എനിക്കറിയുന്നു. അല്ലെ തൃശ്ശൂരൊക്കെയുള്ള കുറച്ച് ആളുകൾക്ക് അറിയുന്നല്ലാതെ ഇപ്പം അങ്ങനെ ഫേമസ് ആയി. ഇതിപ്പം പ്രശ്നം സുരേഷ് ഗോപി അദ്ദേഹത്തെ വിളിച്ചതല്ല, ഏതോ ഡോക്ടറാന്ന് ഇവര് ആരും പറയുന്നില്ല. അദ്ദേഹത്തെ വിളിച്ചിരുന്ന സുരേഷ് ഗോപി വരും, അനുഗ്രഹം കൊടുക്കണം. അപ്പൊ അദ്ദേഹം എന്താ മറുപടി പറയുന്നത്? അപ്പം ഈ പറയുന്ന പത്മവിഭൂഷൺ വേണ്ട എന്നാ ഡോക്ടർ ചോദിച്ചു. ആ ഡോക്ടർ ചോദിച്ചു സുരേഷ് ഗോപി എന്താക്കാണ്? ഈ ഡോക്ടർ ആർക്ക് വേണ്ടിയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ഇനി സുരേഷ് ഗോപിയെ പറ്റി അറിയുന്നവർക്ക് സുരേഷ് ഗോപി അങ്ങനെ ചീപ്പ് പരിപാടിക്കും കൂട്ടിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് വിളിക്കുന്നെങ്കിൽ ഈ ഗോപി ആശാനക്കാർ നേരിട്ട് ബന്ധമുള്ള ആളാണ്, അദ്ദേഹം നേരിട്ട് വിളിച്ചോളൂ. അപ്പോ അത് സുരേഷ് ഗോപി മാനം കെടുത്താൻ വേണ്ടി ഒന്നെങ്കിൽ ബി ജെ പിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും എതിരാളികൾ ഏതൊരു പണിയോ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ സത്യസന്ധമാണ് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പത്മവിഭൂഷന്റെ കാര്യം എടുത്തിടേണ്ട ആവശ്യമുണ്ടല്ലോ, ഇല്ലല്ലോ. എന്നിട്ട് ഈ ഡോക്ടറുടെ മകൻ അദ്ദേഹം ഇടതുവശത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞു ഇതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നു. പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒഴിവാക്കി പറയുന്നു. പിന്നെ ഇദ്ദേഹം തന്നെ പറയുന്നു, ഗോപിയാശാൻ തന്നെ പറയുന്നു സുരേഷ് ഗോപിയുടെ നല്ല അടുപ്പമുണ്ട്. അതായത് മുമ്പ് ഞാൻ പത്മവിഭൂഷൺ അങ്ങോട്ട് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിയാണ് പറഞ്ഞത് അതൊന്നും എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതും നിന്നില്ല. അതിന്റെ അർത്ഥം വെച്ചാല് സുരേഷ് ഗോപിയുടെ അത് നന്മ ഉള്ളത് കൊണ്ടായിരിക്കാം
ഈ ദൈവം സുരേഷ് ഗോപിയുടെ കൂടെ നിൽക്കുന്നത്. ഇപ്പം കണ്ട BJP-യോട് ചേർന്ന് നിൽക്കുന്ന ചില ആളുകൾ എ ക്ലാസ് മണ്ഡലങ്ങൾ പറയുന്നത് തൃശ്ശൂർ പറയുന്നില്ല. അതിൽ ഈ അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ട പറയും. എന്ത് കണ്ടിട്ട് ഈ അനിൽ ആന്റണി ഒരിക്കലും ഇൻകേസ് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജയിച്ചാലും ഒഫീഷ്യൽ ലീഡർഷിപ്പിന്റെ ഭീഷണിയല്ല, അയാൾക്ക് സ്വന്തമായിട്ട് ഫാൻ ഫോളോയിങ് ഒന്നുമില്ല. അങ്ങനെ വലിയൊരു എന്താ പറയുക കൂർമ്മ ബുദ്ധിയുള്ള ആളുമല്ല. ആന്റണിയുടെ മോനായതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി. നമുക്ക് സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അതുപോലല്ല ഈ പറയുന്ന സുരേഷ് ഗോപി. അതായത് ഫാൻ ബേസ് ഉണ്ട്, അദ്ദേഹത്തിന് നിലപാടുകളുണ്ട്. അതുപോലെ വേറൊരാളാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന് ഫാൻ ബേസ് ഇല്ലെങ്കിൽ പോലും ശക്തമായ നിലപാടുകളും പ്ലാനുകളും ഒരു മാൻ ഓഫ് ആക്ഷനാണ് അദ്ദേഹം. അപ്പം ഇവരെ ഒന്നും പറയാതെ എസ്പെഷ്യലി സുരേഷ് ഗോപിനെ അവഗണിക്കണം. ഇവിടെ BJP ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം തൃശ്ശൂരാണ്. അതെന്ന് വെച്ചാൽ അത് സ്വാഭാവിക ഈ പറഞ്ഞ ആളുകളെ ബുദ്ധിജീവനങ്ങൾ പോലെ എടുത്തു നോക്കിയാൽ ഒന്നെങ്കിൽ BJP ഓറഞ്ച് ചേർക്കപ്പെട്ടവരോ, അതല്ലെങ്കിൽ BJP-യുടെ സഹായത്തോട് കൂടിയിട്ട് എവിടെയെങ്കിലും ഇരുന്നവരോ, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലീഡർഷിപ്പിന്റെ കൃപാകടാശങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും എത്തിയവരോ, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലീഡർഷിപ്പിനെ കണ്ടുപെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൽ പലരും ആളുകൾ ഈ വളരെ കോൺസ്പിക്കസ് ആണ് അവരുടെ ഒരു നിലപാട്. എന്ന് വെച്ചാൽ തൃശ്ശൂർ മാത്രം ഇല്ലാതെ പോകുന്നു. പക്ഷെ നമുക്കറിയാം, നമുക്ക് തൃശ്ശൂർ കിട്ടുന്ന പൾസ് അനുസരിച്ച് സുരേഷ് ഗോപി 5 വർഷമായിട്ട് അദ്ദേഹം നിരന്തരമായി നടത്തിക്കൊണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവിടെ അദ്ദേഹം അപ്പർ ഹാൻഡ് ഉണ്ട്. രഹസ്യമായിട്ട് ഈ കിരീടത്തിലെ സ്വർണം പരിശോധിപ്പിച്ചു എന്ന് പറയും ഒരു പ്രചാരണം, അതില്ലാന്ന് പറയും. പിന്നെ ഓപ്പൺ ആയിട്ട് പറയാത്ത എന്താ? ഞാൻ അന്വേഷണം നോക്കിയ സമയത്ത് അവിടെ പരിശോധിച്ചിരുന്നു, അല്ലെ ഏതാണ്ട് 5 പവനം സ്വർണ്ണം ഉണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ഇവരത് പുറത്തുവിടാത്തതെന്നാണ് എന്റെ സോഴ്സും വെരിഫൈഡ് എന്നല്ല എനിക്ക് കിട്ടിയൊരു വിവരം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എതിരായിട്ട് സാധനം ഉണ്ട്, അവർ പുറത്തുവിടണമല്ലോ, എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അപ്പം ഭയങ്കര രസമാണ് തൃശ്ശൂരിന്റെ കാര്യം. അവിടെ അപ്പൊ ഈ എതിരാളികളുടെ വിരളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, പിന്നെ ഞാൻ ഗ്രാസ് റൂട്ട് ലെവലിൽ അന്വേഷിക്കുന്നുണ്ട് അവിടെ കാര്യങ്ങൾ. സുരേഷ് ഗോപിക്ക് അവിടെ നല്ല എഡ്ജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അതൊരു BJP-കാരൻ എന്ന നല്ല മനുഷ്യന്റെ സംഭവം കൊടുക്കുന്ന അംഗീകാരം. ഇങ്ങനെ നല്ല മനുഷ്യർ എപ്പോഴെങ്കിലൊക്കെ ജയിച്ചിട്ടില്ലെങ്കിൽ, അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നന്മ ചെയ്യാൻ തോന്നില്ല പലർക്കും, പല ആളുകൾക്കും. അവർ പേഴ്സണലി ഒക്കെ ചെയ്യണ്ടാവും, പക്ഷെ വലിയ രീതിയിൽ നമ്മൾ നിരാശരാകും. പ്രിയദർശൻ തന്നെ വന്നിട്ടുണ്ട്. പ്രിയദർശന്റെ കാഞ്ചീവരം സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഇനി അങ്ങനെയുള്ള സിനിമകൾ എടുക്കില്ല. കാരണം അതിൽ നിന്ന് കാര്യമുള്ളതെന്ന് പറഞ്ഞ പോലെ. അതുപോലെ തന്നെയാണ് ലൈഫിലും. നമുക്കൊരു സുരേഷ് ഗോപിനെ പോലുള്ള നല്ല മനുഷ്യന്മാർക്കും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ കിട്ടണം. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ജയിക്കണം. അതിൽ കർഷക രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ജയിക്കാൻ സാധ്യതയുള്ള സമയത്താണ് ഈ പറയുന്ന എല്ലാ നെഗറ്റീവ് ആസ്പെക്ട്സിന്റെ വക്താക്കളായിട്ടുള്ള ആളുകൾ, സോക്കോൾഡ് PS-ന്റെ പക്ഷെ വെറുക്കപ്പെട്ടവർ അദ്ദേഹത്തിനെതിരായിട്ട് വരുന്നത്. അത് നാട്ടുകാർ തിരിച്ചറിയുമെന്ന് എനിക്ക് തോന്നുന്നു.